ഹായ് ഓൾ, സീറ്റഡ് എക്സാമിനേഷന് പേപ്പർ 1-നും പേപ്പർ 2-നും കോമൺ ആയിട്ട് എല്ലാവർക്കും കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്നാൽ പഠിച്ചാൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന മേഖലയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത്. ആദ്യത്തെ 15 മാർക്കിൻ്റെ സെക്ഷൻ, മൊത്തം 30 മാർക്കാണെന്ന് നമുക്കറിയാം. ആദ്യത്തെ 15 മാർക്കിൻ്റെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കാം. 5 മാർക്കിൻ്റെ സെക്ഷൻ നോക്കിയാലും അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മാർക്ക് എടുത്ത് പറയുന്നത് എന്താണ്, 15എങ്കിൽ അതിലൊരു 12 മാർക്കെങ്കിലും നിങ്ങൾ നേടാൻ ശ്രമിക്കണം. 5 മാർക്കിൻ്റെ ഏരിയ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു 4 മാർക്കെങ്കിലും നേടാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ സ്കോർ സെക്യൂർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കട്ട് ഓഫ് കടന്നു കിട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്, അവിടെ എത്ര മാർക്കാണ് വരിക? 5 മാർക്കാണ് വരുന്നത്. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ 15 മാർക്കായിരുന്നു, കുറച്ച് അധികം ടോപ്പിക് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ 5 മാർക്കേ ഉള്ളൂ, കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. നോക്കാം. കൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? നമ്മൾ മുമ്പുള്ള സെക്ഷനിലും പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, എല്ലാവരെയും ഒരുപോലെ ഒന്നിച്ചൊരു കൂടെ കീഴിൽ കൊണ്ടുവരുന്നു. അവിടെ എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും എന്താണ് വിദ്യാഭ്യാസം ലഭിക്കാം. അതിൻ്റെ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അറിയുക. പിന്നെന്താണ് ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള എഡ്യൂക്കേഷൻ എന്താണ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്താണ്, ആ വ്യത്യാസം പഠിച്ച് വെക്കുക. ദെൻ ലേണേഴ്സ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ലേണേഴ്സ് ഇല്ലേ, അവരെങ്ങനെയൊക്കെ ആകാം, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ളവർ കാണാം, ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളവർ കാണാം, സമൂഹത്തിൽ എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ കാണാം, അരികുവൽക്കരിക്കപ്പെട്ടവർ കാണാം, ഇവരൊക്കെ നമുക്ക് കൊണ്ടുവരണ്ടേ. ദെൻ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ചാലഞ്ചസ്, അവരെ നേരിടുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികപരമായിട്ടുള്ള പരിമിതികൾ, പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ എന്താ ടീച്ചർ സെൻസിറ്റിവിറ്റി ആൻഡ് സപ്പോർട്ട്, ഇത്തരം പ്രശ്നങ്ങളെ ടീച്ചർ എങ്ങനെ നോക്കിക്കാണുന്നു, ടീച്ചർ എങ്ങനെയാണ് വേണ്ട സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ അളക്കുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഒരു പർട്ടിക്കുലർ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു കുട്ടി ക്ലാസ് റൂമിൽ വരുമ്പോൾ ടീച്ചർ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്കത് അറിയാമോ എന്ന് അളക്കാനുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഇത്തരം ചോദ്യപേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടി, ഷുവറായിട്ട് ചോദ്യം ചോദിക്കുന്ന മേഖലയാണ്. 100% ഉറപ്പായിട്ട് ചോദിക്കും. ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ഡിസോർത്തോഗ്രാഫിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അപ്പോൾ അതൊക്കെ ചോദിക്കും. ക്ലാസ് റൂം സ്ട്രാറ്റജീസ് ആൻഡ് അക്കോമഡേഷൻ, എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കേണ്ട സ്ട്രാറ്റജീസ്, അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് കൊടുക്കേണ്ട അക്കോമഡേഷൻസ്. ദെൻ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ, നേരത്തെ തന്നെ കണ്ടെത്തണം അല്ലെ. ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിസബിലിറ്റീസ് നേരത്തെ കണ്ടെത്തിയാൽ അത്രയും വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ ചിൽഡ്രൻ വിത്ത് ഇമ്പയർമെൻറ്റ്, ഫിസിക്കൽ ആവട്ടെ, സെൻസറി ആവട്ടെ, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇമ്പയർമെൻറ്റുകൾ, അതിനെക്കുറിച്ച് അറിയണം. ഫെയ്ഡ്സ്, അപ്ലയൻസ് ആൻഡ് സപ്പോർട്ട് സർവീസ്, അപ്പം നമ്മൾ അറിയണം നമ്മുടെ ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ നീഡുള്ള കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഏത് തരത്തിലുള്ള സഹായങ്ങളാണ്, അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ എബിലിറ്റീസ് എന്താണ്, അവർക്ക് എവിടെയാണ് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് ടീച്ചർ അറിഞ്ഞിരിക്കണം. ഫൈനലി ഗിഫ്റ്റഡ് ടാലൻ്റ് ആൻഡ് ക്രിയേറ്റീവ് ലേണേഴ്സ്, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വിട്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ് ഗിഫ്റ്റഡ് ടാലൻ്റ് ആൻഡ് ക്രിയേറ്റീവ് ലേണേഴ്സ്. അവർ CWSL ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ മറ്റുള്ളവരെ പോലെ ഡിസബിലിറ്റിയുടെ പേരിലാണോ ഇൻക്ലൂഡഡ്? അല്ല, അവരും വ്യത്യസ്തരാണ്. എങ്ങനെയുള്ള വ്യത്യസ്തതയാണ് അവരിലുള്ളത്? ഗിഫ്റ്റഡ് ആയിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കും അവർക്ക് എന്താണ് എൻറിച്ച്മെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, ആക്സലറേഷനൊക്കെയാണ് ആവശ്യം. ദെൻ അവരുടെ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ 5 മാർക്കിനായിട്ട് ചോദിക്കുന്നത്. ഇതൊക്കെ കറക്റ്റ് എന്താണ്, എത്ര മാർക്കിനെന്ന് പറഞ്ഞേക്കുന്നു അത്ര മാർക്കിന് തന്നെ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണുള്ളതും അടുത്തൊരു സെക്ഷൻ കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത സീരീസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.